ഓണക്കാലത്താണ് സാധാരണയായി വീട്ടിലെ ഇഞ്ചി വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അമിതമായ കാട്ടുപന്നി ശല്യം കാരണം വീട്ടിലെ കൃഷിയൊക്കെ ഗ്രോ ബാഗിൽ ഒതുങ്ങുകയാണ്. അടുക്കളയിലെ വേസ്റ്റ് വളമാക്കിയ ഈ ഇഞ്ചിക്കൂട്ടങ്ങളെ ഞാനിങ്ങ് പൊക്കി. ഇഞ്ചിക്കറി ഉണ്ടാക്കാനാ ഉദ്ദേശം. ഇഞ്ചി മൂത്തു വരുന്നതേ ഉള്ളേ. ഇഞ്ചിയിൽ പറ്റിയിരിക്കുന്ന മണ്ണും വേരുമൊക്കെ മാറ്റി. ഇഞ്ചി കഷ്ണങ്ങളെ ചെടിയിൽ നിന്ന് വേർപെടുത്തി ഒരു പാത്രത്തിലാക്കി. രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൊണ്ട് നട്ടതാണേ. ഇത്രയും ആയില്ലേ, അത് തന്നെ ഭാഗ്യം. ഇഞ്ചി കഷ്ണങ്ങളെ വെള്ളം ഒഴിച്ച് അലച്ചു കഴുകി അതിന് മണ്ണൊക്കെ വേർപ്പെടുത്തി. ഇനി കടുവറുക്കുന്നതിന് ആവശ്യമായ കറിവേപ്പില നുള്ളിയെടുക്കാം. എല്ലാ കൂട്ടങ്ങളും ഒന്നിച്ചു വെച്ചാൽ കറി വെക്കുമ്പോൾ ഓടണ്ടല്ലോ. മണ്ണൊക്കെ കളഞ്ഞ് കഴുകിയ ഇഞ്ചി തൊലിയൊക്കെ ചുരണ്ടിയെടുക്കാം. നല്ലപോലെ തൊലിയൊക്കെ കളയണേ. ഓരോ കഷ്ണങ്ങളും ചുരണ്ടി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് അലച്ച് മാറ്റി വെക്കാം. സദ്യയിലെ മെയിൻ താരമല്ലേ ഇഞ്ചിക്കറി. സദ്യയിലെ മറ്റു വിഭവങ്ങളെയൊക്കെ ദഹിപ്പിക്കാനുള്ള കഴിവ് ഈ ഇഞ്ചിക്കറിക്കുണ്ടേ. തൊലി കളഞ്ഞ ഇഞ്ചി ചെറുതായി വട്ടത്തിൽ അരിയാം. ചിലരൊക്കെ പല രീതിയിൽ അരിയും ഇഞ്ചി. ഞാൻ ഇഞ്ചിയെ ഒന്ന് നടുവേ കീറി ചെറുതായി അരിഞ്ഞെടുത്തു. പഴംപുളിയാണ് ഇഞ്ചിക്കറിക്ക് ഏറ്റവും നല്ലത്. നെല്ലിക്ക വലിപ്പമുള്ള പുളി വെള്ളം ഒഴിച്ച് ഒന്ന് പുഴിഞ്ഞു വെക്കാം. പഴംപുളി ഇല്ലാത്തവർ പുതിയ പുളി എടുത്താലും മതി കേട്ടോ. ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും. ചെറുള്ളി കൂടുതൽ ഇടുന്നത് ടേസ്റ്റ് കൂട്ടും. ചിലർ ശർക്കര ചേർക്കാതെ ഇഞ്ചിക്കറി ഉണ്ടാക്കും. അപ്പോൾ ഉള്ളി ധാരാളമായി ഇടുന്നത് നല്ലതാണേ. ഉള്ളിയിൽ കുറച്ച് മധുരമുണ്ടല്ലോ. അരിയലും പറക്കലും എല്ലാം കഴിഞ്ഞാൽ ചൂടായ ചെറു ഉരുളിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ആദ്യം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇഞ്ചിക്കറി ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന രീതി ഇതാണ്. ആദ്യം ഇഞ്ചി ഇടുന്നതിനും കാര്യമുണ്ട്. മൂപ്പ് കൂടിയ കഷ്ണമായതിനാലാണ്. ഇഞ്ചി ചെറു മൂപ്പായി കഴിയുമ്പോൾ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ ചെറിയ ഉള്ളിയും ഒന്ന് കൈകൊണ്ട് ഞെരടിയിടാം. അരിഞ്ഞ പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കാം. ഇഞ്ചിക്കറിയിൽ ഈ വറുവലിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് കൂടാനുള്ള കഴിവ് ഈ വറുവലിനുണ്ട്. നല്ലപോലെ മൂക്കണം. മൂപ്പ് കുറഞ്ഞാൽ ടേസ്റ്റ് കുറയും. കഷ്ണങ്ങൾക്ക് കിലുകില ശബ്ദം വന്നു തുടങ്ങിയ മൂത്തെന്നർത്ഥം. മൂത്ത കൂട്ട് ഒരു പാത്രത്തിലേക്ക് കോരാം. ഈ കൂട്ട് ഒരു സ്പൂൺ കൊണ്ട് തട്ടി നിരത്തി ഒന്ന് തണുപ്പിക്കാം. തണുത്തു കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അധികം അരഞ്ഞു പോകാതെ ഒന്ന് പൊടിച്ചെടുക്കാം. വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് മൂപ്പിക്കാം. അതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും ഇട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. കടുവറുക്കൽ കഴിഞ്ഞു. ഇനി മസാലകൾ ഇട്ടൊന്ന് മൂപ്പിക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിലേക്ക് പൊടിച്ചു വെച്ച ഇഞ്ചിക്കൂട്ട് ഇട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം. അതിലേക്ക് പുഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കാം.
ഒന്നിളക്കി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് ഒന്നിളക്കാം. വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളവും ഒഴിച്ച് ഒന്നിളക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനിയും ഒഴിച്ച് ഒന്നിളക്കി എല്ലാം കൂടി ഒന്ന് ചേർന്ന് ഒന്ന് പരുവമാകണം. സ്പൂണിൽ നിന്ന് മുറിഞ്ഞു വീഴുന്ന പരുവമായാൽ തീ ഓഫ് ചെയ്യാം. നല്ലപോലെ തണുത്ത കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇഞ്ചിക്കറി കോരാം. സദ്യയിലെ പ്രധാനിയായ ഇഞ്ചിക്കറി നല്ല മണം പരത്തിക്കൊണ്ട് തയ്യാറായിട്ടുണ്ട്.